എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പറയുന്ന ഒരു പാർട്ടി പൊളിറ്റിക്സ് എന്നല്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ അതിന് രണ്ട് പക്ഷം ഉണ്ടാവും എപ്പോഴും. അപ്പൊ അത് എല്ലായ്പ്പോഴും നമ്മളത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രഷർ വരേണ്ട ആവശ്യമില്ല. അതിപ്പോ ഒരു എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാത്തിനും ഞാൻ അത് എന്റെ ഒപ്പീനിയൻ എന്താണോ അല്ലെങ്കിൽ എന്റെ പ്രതികരണം എന്താണോ അത് ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യണം എന്നില്ല. അതിലൊരു പ്രഷർ ആരെങ്കിലും ചെലുത്തുകയാണെങ്കിൽ അതും ഒരു നല്ല സ്വഭാവമല്ല. ഐ മീൻ നല്ല സ്വഭാവം എന്നല്ല, അതൊരു നല്ല പ്രവണതയല്ല. അതായത് ഇപ്പൊ നമ്മുടെ ഇവരൊന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഞാൻ അങ്ങനെ കുറച്ച് കണ്ടു. ഇത് ചിലപ്പോൾ നമ്മൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അവര് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം അവരെ ഇതാക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് അവർക്ക് തോന്നി അവര് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇതിനു മുമ്പ് നടന്നതിനൊന്നും നിങ്ങൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല, അപ്പൊ ഇതൊരു അജണ്ടയാണ്, അപ്പൊ നിങ്ങൾ ഇപ്പൊ പ്രതികരിക്കുന്നത് ഒരു അജണ്ടയാണ്, അങ്ങനെ പറഞ്ഞ് അതിനെ താറടിക്കുന്നവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഗവനിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആൾക്കാർ ബഹളം വെച്ചോണ്ടിരിക്കും. ബഹളം വെക്കുമ്പോൾ നമ്മളെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഇന്റൻസിറ്റി ആണല്ലോ പ്രശ്നം. ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള നാഷണൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കായി മാറുന്ന ഇഷ്യൂസ് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസർ സംസാരിക്കുമ്പോൾ അതൊരു പാത്വേ ഉണ്ടാക്കുമല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ലിജോനെ ആയിക്കോട്ടെ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലിജോ പ്രതികരിക്കുന്ന ക്യാരക്ടർ സിനിമയിലെ ക്യാരക്ടറാണ്. പക്ഷെ അത് നമ്മൾ റിയൽ ലൈഫിലേക്ക് പോർട്രേ ചെയ്യണോ വേണ്ടത് അപ് ടു യുവർ ചോയ്സ്. അത് ഉണ്ടാവാറുണ്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഇല്ല, ഞാനതൊരു പ്രഷറായിട്ട് എടുക്കാറില്ല. ഈ പറയുന്ന പോലെ അതൊരു പ്രഷറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നു, ഇടുന്നില്ല, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല, സെലിബ്രിറ്റീസ്. ഇല്ല, എന്റെ അടുത്ത് അങ്ങനെ പേഴ്സണലി ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനാരെയും പേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയിപ്പോ അതിനെതിരെ എനിക്കെതിരെ എന്തെങ്കിലും ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരു തുറന്ന പറച്ചില് നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തത് കൊണ്ട് അവരെന്തെങ്കിലും പറയോ എന്നുള്ള ഒരു അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ. തീർച്ചയായിട്ടും സംസാരിക്കേണ്ട കാര്യങ്ങൾ എനിക്കിത് പബ്ലിക്കായിട്ട് എന്തെങ്കിലും എനിക്കൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം തോന്നുമ്പോൾ അല്ലെങ്കിൽ എനിക്കതിൽ എന്റെ പ്രതികരണം അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻ എന്താണെന്ന് അതൊന്ന് പബ്ലിക്കായിട്ട് എല്ലായിടത്തും പറയണമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഞാനത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പൊതുവേ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. എന്റെ പേജ് ഈ പറയുന്ന പോലെ ഞാൻ നിൽക്കുന്ന പ്രൊഫഷനിൽ എനിക്ക് ഇത് ആവശ്യമാണ്, മൂവി പ്രൊമോഷൻസിന്റെ പാർട്ടായിട്ട്. സോ അതിനുവേണ്ടി മാത്രം ഞാൻ അത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്റെ പേജ് നോക്കി എല്ലാവർക്കും അറിയാം, കൂടുതലും ഈ പറയുന്ന സിനിമകളുടെ റിലീസിനോടനുബന്ധിച്ച് മാത്രമാണ് എൻ്റെ ഒരു പേജ് ഒന്ന് ആക്റ്റീവായിട്ട് ഉണ്ടാവുക. സോ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്കൊരു വിഷയത്തിൽ പ്രതികരിക്കണം തോന്നി, തീർച്ചയായിട്ടും ഇപ്പൊ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം അവര് വളരെ സമാധാനപരമായിട്ട് കുട്ടികള് ഒരു മൂവ്മെന്റ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു പ്രകോപനവും ഇല്ലാതെ ഗവൺമെന്റ് അതിനെ ഭയങ്കര ക്രൂരമായ രീതിയിലാണ് അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ടാണ് അതിനെ അടിച്ചമർത്തുന്നത്. അത് അവരതിനെ ഒരു ത്രെട്ടായിട്ട് കാണുന്നതുകൊണ്ടാണ്. പക്ഷെ അതൊരിക്കലും ഒരു ത്രെട്ടല്ല. ഇത് ഇന്നൊരു ദിവസം എല്ലാരും കൂടി തീരുമാനിച്ച് തെരുവിൽ ഇറങ്ങി തുടങ്ങിയതല്ല, പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു കാര്യമല്ല ഇത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവരവരുടെ തെറ്റ് അംഗീകരിക്കാനോ അത് തിരുത്താനോ തയ്യാറാവുന്നില്ല. അപ്പൊ നമുക്ക് വേറെ മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇങ്ങനെയുള്ള മൂവ്മെന്റുകളും പ്രൊട്ടസ്റ്റുകളും ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ കേൾക്കാൻ നിൽക്കണം. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പോലും നിൽക്കാതെ അവരെ കേൾക്കാൻ ആദ്യമേ തയ്യാറാവുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, അത് ഏത് ഗവൺമെന്റ് ആയാലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം അവർ കേൾക്കണം. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പൊ നടക്കുന്ന മൂവ്മെന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് എനിക്കൊരു പ്രഷർ, എനിക്കെന്നല്ല ആർക്കും അതൊരു പ്രഷർ ആവാൻ പാടില്ല. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെല്ലാവരും ഇടുന്നുണ്ട്, അപ്പൊ ഞാൻ ഇടുന്നില്ല, അപ്പൊ എന്നെ കുറിച്ച് ആളുകൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെ പറ്റി ആളുകൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിർബന്ധിതയാവുകയാണ്. ഞാൻ അങ്ങനെ ഒരു എന്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയാണ്, ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിതയാവുകയാണെങ്കിൽ അതൊരു നല്ല പ്രവണതയല്ല. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തോട്ട് ഉണ്ടായാൽ മതി. അത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഞാൻ പറയുന്ന പാർട്ടി പൊളിറ്റിക്സ് അല്ല. ഞാൻ തീർച്ചയായിട്ടും എല്ലാത്തിനെ പറ്റിയും എല്ലാവർക്കും പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട് പൊളിറ്റിക്സ്. പക്ഷെ അത് പബ്ലിക്കായിട്ട് നമുക്ക് പറയണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളിലായിരിക്കും നമുക്ക് എന്തെങ്കിലും
അത് ഓക്കെ ഇതെനിക്ക് പബ്ലിക്കായിട്ട് ഇതിനെക്കുറിച്ചൊരു എൻ്റെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ എൻ്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണം എന്ന് എനിക്ക് തോന്നുന്നത് ചില വിഷയങ്ങളിൽ മാത്രമായിരിക്കും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒപ്പീനിയൻ പബ്ലിക്കായിട്ട് പറയാൻ തോന്നില്ല. അപ്പം അങ്ങനെ തോന്നുന്ന സമയത്ത് മാത്രം അത് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതൊരു പ്രഷറായിട്ട് എടുത്ത് ബാക്കിയുള്ളവർ ചെയ്യുന്നു എന്ന് കണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യം അങ്ങനെയല്ല അത് വരേണ്ടത്. ശരിക്കും നമുക്ക് തോന്നിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.